കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ പറയുന്നത് ആഷ് ടീച്ചറും പറഞ്ഞിട്ടുള്ളൂ. ഇതൊരു ആത്മഹത്യ പ്രേരണയൊന്നുമല്ല. മോനെ അർജുനൂടെ പഠിക്കുന്നു. അതെ, ഞാൻ അവനൊപ്പം പഠിച്ചതാണ്. ഈ അവൻ മരിക്കുന്നതിന് അതെ, ആ ക്ലാസ്സിൽ അവൻ ഉണ്ടായിരുന്നു. ഞാൻ അവന്റെ ഒപ്പമാണ് പഠിക്കുന്നത്. ആ തലേ ദിവസം ഞാൻ അവനോട് സംസാരിച്ചാണ്. അവൻ വളരെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത്. പല ഫാമിലി ഇഷ്യൂസും അവനുണ്ട്. അത് ഇതുകൊണ്ട് മാത്രമൊന്നും ആർക്ക് പറയാൻ പറ്റും? ഇവൻ മരിക്കുന്നതിന് മുന്നേ ഇവർ പോയിട്ട് ചോദിച്ചോ? എങ്ങനെ എനിക്ക് ആരോപണങ്ങൾ ചോദിക്കാൻ പറ്റും? എന്താണെന്നറിയോ, നമ്മള് അല്ല, ഒരു അധ്യാപിക ഒരിക്കലും ഒരു കുട്ടി മരിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുട്ടികളെ ചീത്ത പറയാറില്ല, ഉപദേശിക്കാറില്ല. കുട്ടി നന്നാവണം എന്ന് വിചാരിച്ചിട്ടാണ് അധ്യാപകർ എപ്പോഴും പ്രവർത്തിക്കുന്നത്. കാര്യങ്ങൾ ഒന്ന് മയപ്പെടുത്തി പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ആ കുട്ടിക്ക് ഹേർട്ട് ആവുന്ന രീതിക്ക്, ആ കുട്ടിക്ക് വലിയ രീതിയിൽ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന രീതിക്ക് അല്ല, ആ ക്ലാസ്സിൽ മൊത്തം എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. അത് ആ ഓരോ ടീച്ചർക്കും ഓരോ സ്റ്റൈൽ ഉണ്ടാവില്ലേ പറയുന്ന കാര്യങ്ങൾ. ചിലർ കുറച്ച് സോഫ്റ്റ് ആയിട്ട് പറയും, ചില ആൾക്കാർ കുറച്ച് ശബ്ദത്തോടു കൂടി പറയും. അത്രേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അല്ല, പോലീസുകാർ അന്വേഷിക്കേണ്ട കാരണം ഇതിന്റെ നിജസ്ഥിതി കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറയണം. കുട്ടി മരിക്കാനുള്ള സാഹചര്യം എന്താണ്, അവന് ഏതൊക്കെ രീതിയിലുള്ള പ്രഷേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. അത് ഞങ്ങളുടെ കൂടെ ആവശ്യമാണ്. അത് ഒരു സംഘടനയുടെ മാത്രമല്ല, കുട്ടികൾ മുഴുവനായി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവരെല്ലാം പറയുന്നത് ഈ അധ്യാപികെതിരെ നടപടി വേണമെന്നുള്ള പറഞ്ഞുകൊണ്ട് അവരെല്ലാം പുറത്തേക്ക് ഇറങ്ങി പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ പ്രതിഷേധത്തിന് പിന്നിൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതൊരു പ്രതിഷേധമാവും എന്നുള്ളതാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതിഷേധം അല്ലെങ്കിൽ കൂടി അതിലും പെൺകുട്ടികൾ ഉൾപ്പെടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട്, അതേപോലെ ആൺകുട്ടികൾ, ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ ഉൾപ്പെടെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറയുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്ന അർജുന നീതിക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, ഈ പ്രതിഷേധിക്കുന്ന മിക്ക പേർക്കും ഈ സംഭവത്തിന്റെ വാസ്തവം അറിയില്ല. പല കാര്യങ്ങളും ഇവർക്ക് അറിയാണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് പ്രതിഷേധം ഉൾപ്പെടെ ടീച്ചർ രാജിവെക്കാൻ ഇവർ എന്ത് നിയമത്തിലാണ് പറയുന്നത്? ഇവര് ഒരു കാര്യമില്ലാണ്ടാ പറയുന്നത്.